കണ്ണൂരിൽ ഈ രാഷ്ട്രീയമായ ഈ വാർത്ത പ്രചരിച്ചതോടെ അവിടുത്തെ സാഹചര്യം എന്താണെന്ന് അറിയാൻ അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. പറയൂ അജീഷ്. SK എന്തായാലും ഈ കെ സുധാകരന്റെ തുടർ നീക്കം എന്തെന്നുള്ളതിന്റെ ആകാംക്ഷയിലാണ് കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടി ഉള്ളത്. നിലവിൽ ഔദ്യോഗികമായിട്ട് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളൊരു അറിയിപ്പൊന്നും വരാത്തൊരു പശ്ചാത്തലത്തിൽ ശാന്തമായി തുടരുകയാണെങ്കിലും കടുത്ത അതൃപ്തി തന്നെ കെ സുധാകരനെ അനുകൂലിക്കുന്നവരുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ഈ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച ടി ഒ മോഹനന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക യോഗം ചേർന്നു എന്നാണ് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം. മോഹനന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നിരുന്നു. അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റുമാരും DCC ഭാരവാഹികളും ചേർന്നാണ് ഈ പ്രത്യേകം യോഗം ചേർന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കെ സുധാകരനുമായി അത്ര അടുപ്പമുള്ള ആളല്ല ടി ഒ മോഹനൻ. അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതാണ് കെ സുധാകരനെയും അദ്ദേഹത്തിനോട് അനുകൂലിക്കുന്നവരെയും ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ ആയിരുന്ന കാലത്ത് മുതൽ കെ സുധാകരനുമായി ചില അസ്വാരസ്യങ്ങളുള്ള ഒരു നേതാവ് കൂടിയാണ് ടി ഒ മോഹനൻ. സ്വാഭാവികമായിട്ടും അദ്ദേഹം സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ കെ സുധാകരനെ പിന്തുണയ്ക്കുന്നവരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും കടുത്ത പ്രതിഷേധം തന്നെ അണികൾക്കിടയിലുണ്ട്, അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിലുണ്ട്. കണ്ണൂരിൽ കെ സുധാകരന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 96 മുതൽ 2 തവണ കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് MLA ആയ ആളാണ് കെ സുധാകരൻ. അതിനുശേഷം MP ആയി, 2 തവണ MP ആയി. പിന്നെ വീണ്ടും അദ്ദേഹത്തിന് കണ്ണൂരിൽ മത്സരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നേതൃത്വം ഉറപ്പ് കൊടുത്തിട്ടും അത് കിട്ടാത്തതിൽ കടുത്ത അതൃപ്തിയുണ്ട്. അദ്ദേഹത്തിന്റെ അണികൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. നേരത്തെ സണ്ണി ജോസഫിന്റെ മണ്ഡലമായ പേരാവൂരിലടക്കം അദ്ദേഹത്തിന്റെ KS ബ്രിഗേഡ് എന്ന പേരിൽ അദ്ദേഹത്തിന് അനുകൂലിച്ചും സണ്ണി ജോസഫിന് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്ന പോസ്റ്ററുകളും ഫ്ലെക്സുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ കണ്ണൂരിൽ എന്താകും സംഭവിക്കാൻ പോകുന്നത് എന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. കാരണം മയ്യഴി പാലത്തിന് ഇപ്പുറത്ത് കോൺഗ്രസ് എന്നാൽ കെ സുധാകരനാണ്. അത് പതിറ്റാണ്ടുകളായി അങ്ങനെയാണ് തുടരുന്നത്. സ്വാഭാവികമായിട്ടും കെ സുധാകരൻ ഈ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ അത് വലിയ തിരിച്ചടിയാകും. സ്വാഭാവികമായിട്ടും കണ്ണൂരിലെ മറ്റു മണ്ഡലങ്ങളിലും അത് ബാധിച്ചേക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും കണ്ണൂരിലെ കെ സുധാകരനെ അനുകൂലിക്കുന്നവർ, കെ സുധാകരന്റെ ക്യാമ്പ് എല്ലാം സസൂക്ഷ്മം ഈ സംഭവ വികാസങ്ങളൊക്കെ നിരീക്ഷിച്ചു വരികയാണ്. കെ സുധാകരന്റെ തുടർ നിലപാട് എന്തായിരിക്കും? അദ്ദേഹം പരസ്യ പ്രതികരണത്തിന് തയ്യാറാവുകയാണെങ്കിൽ കണ്ണൂരിൽ ഒരു വലിയ പൊട്ടിത്തെറിക്ക് തന്നെ സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ DCC പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഔദ്യോഗികമായ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കെ സുധാകരന്റെ പരസ്യ പ്രതികരണത്തിനായി. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.